ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ പരിശീലകനെ നിയമിച്ചിട്ടുള്ളത്. സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റാലയാണ് ഇനി മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കുക. ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് അദ്ദേഹം ഒപ്പുവെച്ചിട്ടുള്ളത്. വരുന്ന സൂപ്പർ കപ്പിൽ അദ്ദേഹം ടീമിനെ നയിക്കാൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഡേവിഡ് കാറ്റാലയിൽ അമിത പ്രതീക്ഷകൾ വെക്കേണ്ടതുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമായിക്കൊണ്ട് നമുക്ക് ലഭിക്കുക. കാരണം സമീപകാലത്ത് ഒരു മികവും അവകാശപ്പെടാൻ ഈ പരിശീലകന് കഴിയുന്നില്ല. ഭൂരിഭാഗം ക്ലബ്ബുകളിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കരിയറിൽ ആകെ 2 കിരീടങ്ങളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. 2021 എഇകെ ലെർണാക്കയുടെ പരിശീലകനായി കൊണ്ടാണ് ഇദ്ദേഹം ചുമതലയേൽക്കുന്നത്. ഒരു സൈപ്രസ് ക്ലബ്ബായിരുന്നു ഇത്. എന്നാൽ 2022 അവിടെ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അതേ ലീഗിലെ ലിമാസോൾ FC പിന്നീട് ഇദ്ദേഹത്തെ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചു. എന്നാൽ അവിടെ കേവലം 3 മാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുസ് ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നീട് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. പിന്നീട് 2023 ക്രൊയേഷ്യൻ ക്ലബ്ബായ NK ഇസ്ട്ര ഇദ്ദേഹത്തെ പരിശീലകനായിക്കൊണ്ട് നിയമിച്ചു. 19 മത്സരങ്ങളിൽ നിന്ന് കേവലം 5 വിജയങ്ങൾ മാത്രമാണ് ഇദ്ദേഹം അവിടെ നേടിയത്. ഓഗസ്റ്റിൽ നിയമിക്കപ്പെട്ട ഇദ്ദേഹത്തെ ഫെബ്രുവരിയിൽ ആ ക്ലബ്ബ് പുറത്താക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് 2024 സ്പെയിനിലെ സബാഡൽ FC ഇദ്ദേഹത്തെ പരിശീലകനായിക്കൊണ്ട് നിയമിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഇദ്ദേഹം വീണ്ടും പുറത്താക്കപ്പെട്ടു. 7 ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയം പോലും നേടാൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് അവിടെ നിന്നും അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ 6ാം സ്ഥാനത്ത് എത്തിയതോടുകൂടി ക്ലബ്ബ് അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം എത്തിയിട്ടുള്ളത്. അതായത് എല്ലാ ക്ലബ്ബുകളും അദ്ദേഹത്തെ പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മികവുകൾ ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത, അല്ലെങ്കിൽ വലിയ ഒരു പ്രൊഫൈൽ അവകാശപ്പെടാൻ ഇല്ലാത്ത ഒരു പരിശീലകനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾ, അതല്ലെങ്കിൽ അമിത പ്രതീക്ഷകൾ വെക്കുന്നതിൽ അർത്ഥമില്ല. എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ അത് ബോണസ് എന്ന രൂപത്തിൽ മാത്രം ഇദ്ദേഹത്തിൽ നമ്മൾ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയാൽ മതി. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.